എല്ലാരും പ്ലാന്റിലോട്ടായിരിക്കും അല്ലേ? എന്റെ അനിമാരെ, നിങ്ങൾ കാറിലോട്ട് കയറ്, ഞാൻ കൊണ്ടാക്കാം. 6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ഈ വെയിലത്ത് വെറുതെ നടന്ന് ക്ഷീണിക്കണ്ട. അങ്ങനെ നടന്നു പഠിക്കുന്നവരല്ല ഞങ്ങൾ. ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നല്ലേ പറയാറ്? വെയിലത്ത് പാടിയില്ലെങ്കിൽ ഇടികൊണ്ട് പാടും. എന്താടാ പറഞ്ഞേ? ഏയ് മാഷേ, വെറുതെ ഇരിക്കേ. കെ സാറേ, ഒരു നാടിനെയാകെ കലാപത്തിലേക്ക് വലിച്ചിടരുത്. തന്നെ ഇതൊരു മുന്നറിയിപ്പ് നോട്ടീസാ. ഇതൊരു അപേക്ഷ പോലെ ഞങ്ങൾ മുന്നിൽ വെക്കുക. പ്ലാന്റിന്റെ മാനേജർക്ക് ഞങ്ങൾ ഇതിന്റെ കോപ്പി കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആ പ്ലാന്റ് നടച്ച് പൂട്ടണം. സാറിനെ പോലുള്ളവർ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്. പിന്നീട് നിങ്ങളുടെ എന്ത് കാര്യത്തിന് വേണേലും ഞങ്ങളുണ്ടാവും. പൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഈ പ്ലാന്റ് മെനക്കെട്ട് തുറക്കണമായിരുന്നോടോ? ഇത് നല്ല തമാശ. നിങ്ങൾ അധികം വരുന്നില്ലല്ലോ. രഹസ്യമായിട്ട് പറയാം, നല്ലൊരു തുക നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഞാൻ തരാം. എടാ ജോസഫേ, കാശിരിപ്പട്ടോടാ വണ്ടിയിൽ? ആ, ഇപ്പൊ തന്നെ അത് വാങ്ങി വീതിച്ചെടുത്ത് വീട്ടിൽ ചെന്ന് കുടുംബത്തോടൊപ്പം കഴിയാൻ നോക്ക്. ചുമ്മാ തടികേടാക്കാതെ. അതെ, തന്റെ കള്ളപ്പണം കൊണ്ടേ ഞങ്ങൾക്ക് അങ്ങനെ തടി വെക്കണ്ടോ? അതെ, ഞങ്ങൾ നിങ്ങൾ പ്ലാന്റിലേക്ക് പോവാം. അവിടെ പ്രതിഷേധ നോട്ടീസ് ഒട്ടിക്കും. വൈകുന്നേരം വേസ്റ്റുമായിട്ട് വരുന്ന വണ്ടികൾ തടയും ചെയ്യും. ചുണയുണ്ടെങ്കിൽ തടഞ്ഞ് കാണിക്കടാ. കാണിക്ക. കെ നായർ ആരെന്ന് അപ്പം നീയൊക്കെ അറിയും. ഇടികൊണ്ടേ ചോരതൊപ്പ് നീയൊക്കെ. നിനക്കൊക്കെ സമരം ചെയ്യണമെങ്കിൽ MLA ദേവിയുടെ വീടിന്റെ മുന്നിൽ ചെന്ന് ചെയ്യടാ. അവളായിരിക്കും പെർമിഷൻ തന്നെ. ഓ, അവിടെ ഞങ്ങൾ പോകുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ പ്ലാന്റ് പൂട്ടിച്ച ശേഷം തൽക്കാലം ഞങ്ങൾ നോട്ടീസ് ഒട്ടിച്ചിട്ട് വരാം. ഒറ്റ ഒരുത്തൻ ഇവിടുന്ന് പോവില്ല. എന്റെ പ്ലാന്റില് സമരമൊന്നും പറഞ്ഞ് കാലൂത്തിയ ആ കാലിയാൻ വെട്ടും. കെ സാർ കൈയെടുക്കും. അതെ, ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ സ്ഥലമാ. മാലിന്യ പ്ലാന്റിലേക്കുള്ള വഴി. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്കടാ, ഇല്ലെങ്കിലേ ഇറക്കും ഞാൻ. ഒന്ന് പോ സാറേ. ആരും കൈ വെക്കരുത്. വേണ്ട, ആരും കൈ വെക്കരുത്. സാറേ, സോറി 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 അല്ലേ? ശരിയാക്കി തരാ ഞാൻ. ഓ, അതായിക്കോ. അതെ, നിങ്ങൾ വാ. എന്റെ മാഷ എന്തിനാ അങ്ങനെ എടുത്ത് അല്ലാന്നൊക്കെ പോകുന്നത്? മാഷിന്റെ ദേഹത്ത് തൊട്ടപ്പോ എന്തായാലും ശരി. വണ്ടി എടുക്കട്ടെ മുതലാളി? പോയി വണ്ടി എടുക്കണ കോപ്പേ. എടു.